അപ്പൊ കൂട്ടുകാരെ, ഈയിടെ നിന്ന പരീക്ഷയിൽ കുറച്ച് പദ്ധതികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ ആ പദ്ധതികളെ നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ? ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു പദ്ധതിയുമായി ബന്ധപ്പെട്ട്? അതെ, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ മന്ദഹാസം, സല്ലാപം തുടങ്ങിയ പദ്ധതികൾ സമൂഹത്തിലെ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഏത് വിഭാഗത്തെയാണ്? അതെ, വയോജനങ്ങളാണ്. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ സല്ലാപം, മന്ദഹാസം മുതലായ പദ്ധതികൾ ആർക്ക് വേണ്ടിയിട്ടാണ് നടപ്പിലാക്കുന്നത്? വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നടപ്പിലാക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? രണ്ടാമത് പദ്ധതികളെ പറ്റി മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു. 2018 പ്രളയത്തിൽ പൂർണ്ണമായും അല്ലെങ്കിൽ ഭാഗികമായി വീട് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ തകർന്നതായ കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കുമായി അധിക ധനസഹായം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അധിക ധനസഹായം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നടപ്പിലാക്കിയ പദ്ധതി ഏതെന്നായിരുന്നു ചോദ്യം. ഉത്തരം ഏതാണ്? പ്രത്യുത്ഥാനം പദ്ധതി. എന്താണ് പ്രത്യുത്ഥാനം പദ്ധതി? എന്തുമായി ബന്ധപ്പെട്ടതാണ്? 2018 പ്രളയത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ വീട് നഷ്ടപ്പെട്ടവർ, കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കുമായി അധിക ധനസഹായം നൽകുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രത്യുത്ഥാനം പദ്ധതി. അടുത്ത എന്ത് ചോദ്യം എന്നുണ്ടായിരുന്നത്? മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ചോദ്യം. എന്താണ്? മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സ്നേഹാരാമം പദ്ധതിയാണ്. അടുത്ത മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു. 15 മുതൽ 35 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കായിക രംഗങ്ങളിൽ അവരുടെ കഴിവ് തെളിയിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതെന്നാണ് ചോദ്യം. ഉത്തരം കേരളീയമാണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് എക്സാംസ് നമ്മൾ കണ്ടത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. നോക്കാം, കേരള സർക്കാർ നടപ്പിലാക്കിയ സല്ലാപം, മന്ദഹാസം പദ്ധതികൾ സമൂഹത്തിലെ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? വയോജനങ്ങളെയാണ്. രണ്ടാമത്തെ ചോദ്യം, 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് നഷ്ടപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കുമായി അധിക ധനസഹായം നൽകുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രത്യുത്ഥാനം പദ്ധതി. അടുത്ത് നോക്കാം, മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സ്നേഹാരാമം പദ്ധതി. അടുത്തത് 15 മുതൽ 35 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാകായിക രംഗങ്ങൾ അവരുടെ കഴിവ് തെളിയിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് കേരളീയ. അപ്പൊ ഈ പദ്ധതികളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് വെച്ചോളൂ. ഇനി എക്സാംസിൽ ഇത്തരം പദ്ധതികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒത്തിരി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം.